പാഴ്വസ്തുവെന്ന് പലരും കണക്കാക്കുന്ന ഒരു ചിരട്ടയെ എങ്ങനെയെല്ലാം പരിവർത്തനപ്പെടുത്താനാകുമെന്നറിയാൻ സ്കൂൾ അധ്യാപകനായ കിഷോറിന്റെ കോട്ടപ്പടിയിലെ വസതിയിലെത്തണം. ചിരട്ട കൊണ്ടുള്ള വൈവിധ്യമാർന്ന അലങ്കാര വസ്തുക്കളുടെ നിർമ്മിതിയാണ് പലരിൽ നിന്നും കിഷോറിനെ വ്യത്യസ്തനാക്കുന്നത്. കിഷോറിന്റെ കരകൗശലത്തിൽ വിരിഞ്ഞ ചിരട്ട കൊണ്ടുള്ള നിരവധി അലങ്കാര രൂപങ്ങളുമായാണ് കിഷോറിന്റെ വീട് നമ്മെ വരവേൽക്കുക. ഉമ്മറത്ത് തൂക്കുന്ന ചിരട്ട കൊണ്ടുള്ള ഭസ്മത്തട്ട് മുതൽ അകത്തളം നിറയുന്ന ചിരട്ടപ്പൂച്ചയും ചിരട്ട സസ്യങ്ങളും പൂക്കളും ഇലയും പക്ഷികളും ഫ്ലവർ വേസും വൈദ്യുതി വിളക്കും കിണ്ടിയും അങ്ങനെ നീണ്ടുപോകുന്നു ചിരട്ട കൗതുകങ്ങൾ. മിനുക്കി മയപ്പെടുത്തിയ ചിരട്ട കൊണ്ട് പണിയുന്ന പുതിയ വിനായക ശില്പത്തിന്റെ നിർമ്മാണത്തിലാണ് ഇപ്പോൾ കിഷോർ. കുന്നിമണികൾ കൊണ്ടുള്ള കണ്ണഴകും ചിരട്ട ഉരച്ചു മിനുക്കിയെടുത്ത വിശാലമായ ചെവിയുമെല്ലാം ശില്പത്തിന്റെ അഴക് ഇരട്ടിപ്പിക്കുന്നു. ഏകദേശം 5 വർഷം മുൻപാണ് പാഴ്വസ്തുവെന്ന് തള്ളിക്കളയുന്ന ചിരട്ടയിൽ നിന്നും സൃഷ്ടിക്കുന്ന മനോഹരമായ അലങ്കാര വസ്തുക്കൾ കിഷോറിനെ ആകർഷിച്ചത്. കുട്ടിക്കാലത്ത് ചില്ലുരച്ച ചിരട്ടമോതിരമുണ്ടാക്കിയതിന്റെ മാത്രം അനുഭവ പരിജ്ഞാനം വെച്ചുകൊണ്ടായിരുന്നു അലങ്കാര വസ്തു നിർമ്മാണത്തിനായുള്ള ആദ്യകാല ശ്രമങ്ങൾ. മനോഹരമായ കപ്പുകളും സോസറുകളും ചിരട്ടയിൽ മിനുക്കിയെടുക്കാനായപ്പോൾ പിന്നെ ആത്മവിശ്വാസവുമായി. മരക്കമ്പും മുളയുമെല്ലാം അലങ്കാര വസ്തുക്കളിലെ ഉപോൽപ്പന്നങ്ങളായി മാറി. ചുറ്റുപാടുകളിൽ നിന്നെടുക്കുന്ന സാധാരണക്കാരൻ പാഴ്വസ്തുവെന്ന് മാത്രം കരുതുന്ന കമ്പും കല്ലും മരവുമൊക്കെ അലങ്കാരത്തിന്റെ ചാരുത കൂട്ടി. പിന്നെ ശില്പനിർമ്മാണത്തിന് മെഷീനറീസിനെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം. സാധാരണ ഗ്രൈൻഡിംഗ് മെഷീനിൽ ചിരട്ട ഉരയ്ക്കാനും മിനുക്കാനുമാകുമെന്ന തിരിച്ചറിവും ഉൽപ്പന്ന നിർമ്മിതിക്ക് ആവേശം പകർന്നു. ഏറെ ക്ഷമയും സമയവും അധ്വാനവും അർപ്പണബോധവും ഈ കരകൗശല നിർമ്മിതിക്ക് ആവശ്യമാണെന്ന് കിഷോർ പറഞ്ഞു. കൗതുകത്തിന് ആരംഭിച്ചതാണെങ്കിലും കിഷോറിന്റെ സൗന്ദര്യം തുളുമ്പുന്ന കരകൗശല വസ്തുക്കൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. ഞാൻ ഏകദേശം ഒരു 5 വർഷത്തിന്റെ അടുത്തായി ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. സാധാരണയായിട്ട് ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. അത്തരത്തിലുള്ള സമയങ്ങളിൽ എനിക്കിത് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ എന്നാലും എൻ്റെ വിലപ്പെട്ട സമയത്തിന് ശേഷം കിട്ടുന്ന കുറച്ച് സമയം, ഒഴിവ് സമയങ്ങളിലാണ് ഞാൻ സാധാരണ ഇത്തരത്തിലുള്ള ചിരട്ടയിൽ എന്തെങ്കിലും ചെയ്യാറ്. ഈ ഉപയോഗശൂന്യമായി വരുന്ന ഇത്തരത്തിലുള്ള ചിരട്ടകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് നമ്മളുടെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് സാധാരണ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ, അതായത് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഇതാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വീടുകളിലേക്ക് ഒരു അലങ്കാര വസ്തുവായിട്ട് ഇത്തരത്തിലുള്ള ചിരട്ടേനെ നമുക്ക് മാറ്റാനായിട്ട് വളരെയധികം കഴിയുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അക്കിക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക അധ്യാപകനാണ് കിഷോർ. ജോലി കഴിഞ്ഞുള്ള ഒഴിവുവേളകളിലാണ് കിഷോറിന്റെ അലങ്കാര വസ്തു നിർമ്മാണം. ചിരട്ടയിൽ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചെടുക്കാൻ